എല്ലാവർക്കും നമസ്കാരം. കളിക്കളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഇന്ന് ചൊവ്വാഴ്ച ദിവസം ഇപ്പോൾ കൃത്യം 8 മണിയാകുന്നു, 8:30 കഴിയുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ ഷോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. കളിക്കളം പവേർഡ് ബൈ ടൈം എക്സ്പ്രസ് കാർഗോ. ആൻഡ് സമ്മാനങ്ങൾ നിങ്ങൾക്കായി തരുന്നത് ഒന്ന് ക്രോക്കഡൈൽ പാർക്ക് ദുബായ് തരുന്ന സമ്മാനം ഉണ്ടാവും, 2 കപ്പിൾ ഇൻവൈറ്റ്സ് ടിക്കറ്റ്സ് ആയിരിക്കും സമ്മാനമായിട്ട് തരുന്നുണ്ടാവുക. ആൻഡ് കാലിക്കറ്റ് ജംഗ്ഷനിലുള്ള ഒരു ഡൈനിങ് ഡിന്നർ വൗച്ചർ സമ്മാനമായിട്ട് കിട്ടുന്നുണ്ടാവും. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക ഗ്രീൻ ഒലീവ് ബ്യൂട്ടി സലൂൺ നൽകുന്ന ഒരു വൗച്ചർ ആയിരിക്കും സമ്മാനമായിട്ട് കിട്ടുന്നുണ്ടാവുക. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക ഉജാല നൽകുന്ന ഒരു സമ്മാനമായിരിക്കും. പിന്നെ പാട്ടുകാരായിട്ടുള്ള എന്നെ പോലെ, ഞാൻ അത്ര വലിയ പാട്ടുകാരനല്ലെങ്കിലും നിരഞ്ജനെ പോലെയുള്ള അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പാട്ട് പാടി തുടങ്ങിയിട്ടുള്ള കുട്ടികളൊക്കെ, നന്നായി പാടും എന്ന് ഉറപ്പുള്ള കുട്ടികളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു പാട്ട് വേറെ കരോക്കെയോ മറ്റ് ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഒരു നല്ലൊരു പാട്ട് പാടിയതിന് ശേഷം അത് നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ അവർക്ക് മെയിൽ ചെയ്തതിന് ശേഷം അതിൻ്റെ ലിങ്ക് എടുത്തിട്ട് അവർക്ക് മെയിൽ ചെയ്ത് കൊടുക്കണം. നിതം എന്ന് പറയുന്ന ആ പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് അഫ്സലായിരുന്നു. നിതം മെലഡീസ് എന്ന് പറയുന്ന ആ പരിപാടി കാണാൻ വേണ്ടിയിട്ടാണ്. ഹിറ്റ് മെലഡി ഡ്രീംസ് അത് ചെയ്യുന്നത് നിതം ആണ്. അപ്പോൾ ഞാൻ പറയുന്നത് നിതം കൺസൾട്ടൻസിയാണ് ആ പ്രോഗ്രാം ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കിട്ടുന്നൊരു അവസരം ഇത് ഇത്തവണ നിങ്ങൾ അയച്ചു, പക്ഷേ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അത് കുറച്ച് മാസങ്ങൾ ആ പരിപാടി ഉള്ളത് കൊണ്ട് തന്നെ വീണ്ടും അയച്ചുകൊണ്ടേയിരിക്കുക. അതായത് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സെഷനിൽ നിങ്ങൾ എടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. യേശുദാസ് എന്ന് പറയുന്ന ഗായകനെ റിജക്റ്റ് ചെയ്ത സ്ഥലമാണ് ആകാശവാണി. ആകാശവാണിന്റെ ഒരു കേന്ദ്രത്തിലും ഒരിക്കലും പിന്നീട് ആ യേശുദാസിന്റെ പാട്ടില്ലാതെ ഒരു ദിവസം കടന്നുപോയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ റിജക്ഷൻ, അതായത് നമുക്ക് ഒരു പ്രാവശ്യം കിട്ടിയില്ല എന്ന് വിചാരിച്ച് വീണ്ടും അയക്കാതിരിക്കരുത്, അയച്ചുകൊണ്ടേയിരിക്കുക. യേശുദാസിനെ പോലൊരു ഗായകന് ഭയങ്കരമായ രീതിയിൽ കൂവലേറ്റു വാങ്ങിയിട്ടുണ്ട്. കണ്ണൂര് ഉള്ളൊരു ക്ഷേത്രത്തിലുള്ള പ്രോഗ്രാമിന് വന്നിട്ട് യേശുദാസിന് പാടാൻ സമ്മതിച്ചില്ല. അത്രയും ഇതായിരുന്നു അദ്ദേഹത്തിന്. പിന്നീട് കണ്ണൂര് വന്നപ്പോഴൊക്കെ ഉണ്ടായിരുന്ന പൂക്കളിട്ടിട്ടായിരുന്നു പുള്ളിക്കാരനെ അങ്ങോട്ട് കൊണ്ടുവന്നിരുന്നത്. അത്ര ഇതായിരുന്നു. ആകാശവാണി റിജക്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ അമിതാഭ് ബച്ചൻ അദ്ദേഹത്തിന്റെ ശബ്ദം ശരിയില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചിരുന്നു. ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. എന്നിട്ട് അവര് ഇന്ന് ആരാണ്? അപ്പോൾ ഒന്ന് ചിന്തിക്കുക. hello@melodydreams@.ae എന്നുള്ള മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഇത് അയക്കേണ്ടത്. ഒന്നും കൂടി പറയാം, hello@melodydreams.ae എന്നുള്ള മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾ അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇത്തവണ കിട്ടിയില്ല, അടുത്ത തവണ. അതുപോലെ തന്നെയാണ് ഗെയിമിൽ ഇത്തവണ ജയിച്ചില്ലെങ്കിൽ പിന്നെയും നിങ്ങൾക്ക് അവസരം ഉണ്ടാവും. പിന്നെയും അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ഞാനൊക്കെ ആദ്യകാലമൊക്കെ ഗെയിംസ് ചെയ്യുന്ന സമയത്ത് എന്നെ എല്ലാവരും തോൽപ്പിക്കുമായിരുന്നു. അതായത് വിളിക്കുന്ന എല്ലാവരും തോൽപ്പിക്കുമായിരുന്നു. എനിക്കിതിൻ്റെ ഒരു ടെക്നിക്സ് പിടികിട്ടുന്നവരെ എന്നെ വിളിക്കുന്നവരെല്ലാവരും തോൽപ്പിച്ചിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഞാനതിൽ നിന്നും പോളിഷ്ഡായിട്ടാണ് ഞാൻ മാറി പിന്നീട് വിളിക്കുന്ന ആൾക്കാരെ ഞാൻ തോൽപ്പിച്ചു തുടങ്ങുന്നതിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാം. നമുക്ക് കിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിച്ച് മാറി നിൽക്കാൻ പാടില്ല. കിട്ടും. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുക. ഗൾഫിൽ വരുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലില്ല. സ്വപ്നത്തിൽ പോലും ഞാൻ ശരിക്കും പറഞ്ഞ ഗൾഫിൽ വരുമെന്ന് വിചാരിക്കാത്ത ഒരാളാണ്. പിന്നീട് ഒരു അവസരത്തിൽ ഗൾഫിലേക്ക് എത്തുകയും പിന്നെ 19 വർഷം ജൂൺ 26 19 വർഷം കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. ഗൾഫിൽ വന്നിട്ട് 19 വർഷത്തോളം ഇവിടെ നിൽക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. വരുന്ന സമയത്ത് ജസ്റ്റ് ഒരു 3 വർഷം ഇവിടെ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നത്. ഏകദേശം കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെ അവസ്ഥ ഏകദേശം സെയിം ആയിരിക്കും. വന്ന് 1, 2, 3 വർഷം ഇവിടെ നിൽക്കുക, തിരിച്ചു പോവുക എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇവിടുത്തെ ഒരു കാലാവസ്ഥയിൽ നമ്മൾ അറിയാതെ നമ്മളിവിടെ നിന്നു പോകും. കാരണം ഇവിടുത്തെ ഫെസിലിറ്റി അങ്ങനെയാണ്. നമുക്ക് ഇപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ വൈഫൊക്കെ ഇപ്പോൾ ഒരു 11 മണിക്കോ 12 മണിക്കോ 1 മണിക്കോ 2 മണിക്കോ ആ ഷാർജയിലുള്ള ഏതൊരു ഏരിയയിൽ എൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുന്നതിന് യാതൊരു പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളെ നാട്ടിൽ തന്നെ ജസ്റ്റ് ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ തന്നെ ഒരുപാട് പേടികളുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും പേടിയില്ലാണ്ട് ജീവിക്കാം. നമുക്ക് നമ്മുടെ ഇൻ്റർനെറ്റ് ആണെങ്കിലും നമ്മുടെ എന്ത് ഫെസിലിറ്റി ആണെങ്കിലും നമുക്ക് നാളെ എന്ത് വേണമെന്ന് അറിഞ്ഞിട്ടാണ് ഇന്ന് നമുക്കത് തരുന്നത്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് അല്ലെങ്കിൽ UAE എന്ന് പറയുന്ന നമ്മൾ ഈ കാണുന്ന ഇവിടുത്തെ സംഭവങ്ങളെല്ലാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 0423824991 എന്നുള്ള നമ്പറിലേക്ക് വിളിക്കുക. വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അക്ഷരം തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുത്തതിന് ശേഷം ഓപ്പൺ ആയി വരുന്നതിൽ എന്ത് ഗെയിമാണോ ആ ഗെയിമായിരിക്കും നമ്മൾ കളിക്കുന്നുണ്ടാവുക. ക്രിക്കറ്റ് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, അങ്ങനത്തെ അടി, കോലാഹലം, ബഹളം, അങ്ങനത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു.
ഇനി ഓൺലി കളിക്കളം ടൈമാണ് 8:30 to 9:30. എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കളിക്കളത്തിന്റെ സമയത്തിന് വേണ്ടി മാറ്റി വെക്കുക. നിങ്ങൾക്ക് എന്തായാലും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച എവിടെയും പോകാനുണ്ടാവില്ല. കാരണം എന്തായാലും ബുധനാഴ്ച സ്കൂളിലുള്ളതുകൊണ്ടും ഡ്യൂട്ടി ഉള്ളതുകൊണ്ടും ഒരു 8 മണിക്കൊക്കെ വീട്ടിലെത്തുക, അല്ലെങ്കിൽ 7:30 എത്തുകയാണെങ്കിൽ ആ 3-in-1 മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് TV കണ്ടിരിക്കാൻ വേണ്ടി ലൈവായിട്ട് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉണ്ടാവും. ഇന്ന് 3-in-1 കുറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കളിക്കളമായിട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങളുടെ കോളിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുന്നു. 0423824991 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക. വിളിച്ച് ആദ്യം വരുന്ന ആരാ നോക്കട്ടെ. ഹലോ ഹലോ, ആ ടിവിയുടെ വോളിയം ഒന്ന് കുറക്കാവോ? ഹലോ, കുറച്ചല്ലോ. എന്താ പേര്? റിജി. റിജി എന്നാണ് പേര്. റിജി എന്നാണ് പേര്. എന്താ ചെയ്യുന്ന റിജി? വീട്ടമ്മയാണ്. നേരത്തെ വിളിച്ചിട്ടുണ്ടോ റിജി? മുമ്പ് കുറച്ചാൾ മുമ്പ് വിളിച്ചിട്ടുണ്ട്. കുറച്ചാൾ മുമ്പ്. നാട്ടിലെവിടെയാ? നാട്ടിലെ തൃശ്ശൂര്. തൃശ്ശൂർ എവിടെയാ? തൃശ്ശൂർ ചാലക്കുടി എന്ന് പറയും. ചാലക്കുടി എന്ന് അറിയാലോ. അപ്പൊ പിന്നെ ഏതാ അക്ഷരം എടുക്കുന്നേ? അക്ഷരോ? A to P. E എന്ന അക്ഷരം തിരഞ്ഞെടുത്തിരിക്കുന്നു റിജി. എന്റെ കൂടെ പഠിച്ചിരുന്നു ഒരു റിജി. ആ റിജി കണ്ണൂരാണ്. അല്ല, അതെനിക്കറിയാം, ഉറപ്പായിട്ടും അറിയാം. മധുര മലയാളം മലയാളത്തിൽ മാത്രം സംസാരിച്ചാൽ മതി റിജി. ടൈം സ്റ്റാർട്ട് ചെയ്യട്ടെ? മലയാളത്തിൽ മാത്രം സംസാരിച്ചാൽ മതി. സിമ്പിൾ അല്ലേ? വെറും 2 മിനിറ്റ് നേരം മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച റിജി ജയിക്കും. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. റിജി എന്താണ് വർക്ക് ചെയ്യാതിരുന്നത്? കുട്ടികളെ നോക്കാനൊക്കെ ഉണ്ട്. ഓ, അത് ശരി. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയോ? അവര് വിദ്യാലയത്തിൽ പോകുന്നുണ്ട്. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഹസ്ബൻഡ് ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്? സ്വന്തമായിട്ടുള്ള ഒരു സ്ഥാപനത്തിലാ. എന്ത് വ്യാപാരം ചെയ്യണത്? ഓ, അത് ശരി. എവിടെ? ഷാർജയിലാണോ നിങ്ങൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഷാർജ, ദുബായ്? ദുബായിലാണ്. ദുബായിൽ എവിടെ? ഏത് ഏരിയയിലാ? ദുബായില് പാർക്കിന്റെ അടുത്താണോ? കളിസ്ഥലത്തിന്റെ അടുത്തല്ല. അടുത്തല്ല. അപ്പൊ കുട്ടികളെ കൊണ്ട് എങ്ങോട്ട് പോകും നിങ്ങൾ പൊതുവെ? ഈ ചൂട് സമയത്ത് എവിടെയാ നിങ്ങൾ എന്റർടൈൻമെന്റ് പൊതുവെ? ഞങ്ങള് പൊതുവെ വീട്ടിൽ തന്നെ ഇരിക്കുക ചെയ്യാറ്. പുറത്തു പോവില്ല? TV കണ്ട് അങ്ങനെ ഇരിക്കോ? ഇല്ല, അത് കാണാറില്ല. പിന്നെ സിനിമ കാണൂലേ? സിനിമ ഇഷ്ടല്ലേ? ചലച്ചിത്രം അത്രയ്ക്കും ഇഷ്ടമല്ല. ഒരു സിനിമയും കാണാറില്ലേ? പൊതുവെ ഏത് ടൈപ്പ് സിനിമയാണ് ഇഷ്ടം? ചില നല്ല തമാശയുള്ള ചലച്ചിത്രങ്ങളൊക്കെ ഇഷ്ടമാണ്. അങ്ങനത്തെ ഏത് സിനിമയാ കണ്ടതിൽ ഇഷ്ടപ്പെട്ട, ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ? ആവേശം ഇഷ്ടപ്പെട്ട ചലച്ചിത്രമാണ്. അതിനകത്ത് കോമഡി അല്ലല്ലോ കൂടുതലും? അതില് തമാശ ഉണ്ടല്ലോ. അല്ല, കൂടുതലും ആവേശമാണല്ലോ അതിനകത്ത്. അതില് തമാശയൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു. പക്ഷെ ഗുരുവായൂർ അമ്പലവടയിൽ കണ്ടില്ല? ഇല്ല, അത് കണ്ടിട്ടില്ല. അയ്യോ, അതൊന്നും കണ്ടില്ല. അത് നല്ല രസമായിരുന്നു. പക്ഷെ അത് തിയേറ്ററിൽ കാണാനായിരുന്നു രസം. ഫുഡൊക്കെ എന്താണ് പൊതുവെ റിജി ആണോ ഉണ്ടാക്കുക, അത് ഹസ്ബൻഡ് ഉണ്ടാക്കുവോ? ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത്. അതെന്താ പുള്ളിക്കാരനൊന്നും ഉണ്ടാക്കാൻ അറിയില്ല? അറിയില്ല, അത്രയ്ക്കും അറിയില്ല. അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ? നമ്മള് സ്നേഹിച്ചതിലാണ് കഴിച്ചത്. നിങ്ങളപ്പോ ഒരുമിച്ച് പഠിച്ചാണോ ഒരേ കോളേജില്? അല്ല, നമ്മള് പിന്നീട് ഒരു സ്ഥലത്ത് കണ്ടുമുട്ടിയത്. എവിടെ വെച്ച് കണ്ടുമുട്ടി? നമ്മള് ഏകദേശം ഒരേ നാട്ടുകാരാണ്. അപ്പൊ അങ്ങനെ കണ്ടുമുട്ടി. എങ്ങനെ കണ്ടുമുട്ടി? അതിലെ പോകുമ്പോഴൊക്കെ അങ്ങനെ കണ്ടുമുട്ടി. പുള്ളിക്കാരനാണോ ആദ്യം ഐ ലവ് യു പറഞ്ഞ റിജിയാണോ? അത് തീർച്ചയായിട്ടും പുള്ളിക്കാരൻ തന്നെ ആയിരിക്കുമല്ലോ. എന്തായാലും ജയിച്ചു. ആദ്യം അങ്ങനെ കുറെ കാലത്തിന് ശേഷം വിളിച്ചിട്ട് ഇന്ന് ജയിച്ചു. കണ്ട, 2 മിനിറ്റ് നേരം നിങ്ങൾ ബാക്കിയുള്ള ശ്രദ്ധകളെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ജയിക്കാവുന്നേ ഉള്ളൂ. ഗെയിം അത്രേ ഉള്ളൂ. എന്തായാലും സന്തോഷം. വീണ്ടും വിളിക്കുക. ഏതെങ്കിലും ഒരു സമ്മാനം കിട്ടും. ഷോ കഴിയുന്നവരെ കാത്തിരുന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ക്രോക്കഡൈൽ പാർക്കിലുള്ള സമ്മാനം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ നറുക്കിട്ടെടുത്തിട്ടായിരിക്കും ക്രോക്കഡൈൽ പാർക്കിന്റെ സമ്മാനം കൊടുക്കുന്നുണ്ടാവുക. പിന്നെ അല്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കാലിക്കറ്റ് ജംഗ്ഷനിലെ ഗിഫ്റ്റ് ആയിരിക്കും. കാലിക്കറ്റ് ജംഗ്ഷനിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായിട്ട് കിട്ടും. അത് ദുബായിലാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. കിസേസിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഷാർജയിലും ഉണ്ട്, നിങ്ങൾക്ക് പോയി കഴിക്കാം. പക്ഷേ ഈ കൂപ്പൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഷാർജയിലുള്ള ദുബായിലായിരിക്കും. അതുപോലെ തന്നെ ഉജാലയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ സമ്മാനമായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂൺ സുന്ദരികളാവാൻ വേണ്ടിയിട്ട് 100 dirhamsന്റെ ഒരു വൗച്ചർ ആയിരിക്കും സമ്മാനമായിട്ട് കിട്ടുന്നുണ്ടാവുക. നമുക്ക് നോക്കാം അടുത്ത ആരാണ്. ഹലോ ഹലോ, ഹായ്. ഹലോ, ഹായ്, നമസ്കാരം. ആരാ? എന്റെ സജിത്ത്. സജിത്ത്. അതെ അതെ. സജിത്ത് എവിടെയാ? നാട്ടിലെവിടെയാ? നാട്ടില് കണ്ണൂർ. കണ്ണൂർ എവിടെ? കണ്ണൂര് ചാലോട്. ചാലോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാസിന്റെ ദുരന്തം നടന്നിരുന്ന ചാലാട്. ചാലോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമാ തിയേറ്റർ ഏരിയ. അതെ അതെ അതെ. സമുദ്ര സംഗീത അല്ലേ? പഴയ സവിതാ സരിത അല്ലേ? അതിന്റെ പടന്നപ്പാലാണോ? പടന്നപ്പാലല്ല, ഇത് മട്ടന്നൂർ എയർപോർട്ട് അറിയാം. അങ്ങാണോ?
കണ്ണൂരിന് എയർപോർട്ട് റോഡ് അങ്ങോട്ടേക്ക് ചാലാട്, ഇത് ചാലോട്. ഇത് ചാലോടാണ്. ആ ചാലാടല്ല. അല്ല. ചാലോട്. എവിടെ വർക്ക് ചെയ്യുന്നേ? ഇവിടെ ഞാൻ ദുബായില്. വെരി ഗുഡ്. നമുക്ക് ഏതാ അക്ഷരം എടുക്കുന്നേ? ഏതക്ഷര? എഫ്. എഫ് എന്ന അക്ഷരം തിരഞ്ഞെടുത്തിരിക്കുന്നു. സച്ചിത്ത് കണ്ണൂരുകാരനാണ്. ഫാമിലി ഇവിടെയാണോ നാട്ടിലാണോ? ഫാമിലി ഇവിടെയാണ്. ഇവിടെയാണ്. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? വൈഫ് ഇല്ല. ഓക്കെ, റെഡി. ആ കാപ്പ എന്നുള്ള അക്ഷരമാണ്. അപ്പോ ആ കാപ്പ എന്നുള്ളതിൽ ഒരു അക്ഷരം തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുക്കുന്ന അക്ഷരം ഇടയിലോ അവസാനം ആദ്യം വരാൻ പാടില്ല. സപ്പോസ് പ എന്ന അക്ഷരം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പാപ്പ പി പി പുപ്പം ഫ വരാൻ പാടില്ല. ഇപ്പ പോലും വരാൻ പാടില്ല. ഇടയിലോ അവസാനം ആദ്യം വരാൻ പാടില്ല. അക്ഷരം പറയാനേ പാടില്ല. ഏത് അക്ഷരം എടുക്കും? അത് വെച്ച് സംസാരിക്കാൻ പാടില്ല. ഈ ആ കാപ്പ സംസാരിക്കാൻ പാടില്ല അല്ലെ? ആ കാപ്പ അല്ല, അതിൽ ഒരക്ഷരം, ഏതെങ്കിലും ഒരു അക്ഷരം തിരഞ്ഞെടുക്കാം. ഏതക്ഷരം എടുക്കുന്നേ? ക എന്ന അക്ഷരം തിരഞ്ഞെടുക്കുന്നു. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. കണ്ണൂരുകാരനായിട്ടുള്ള അദ്ദേഹം ക എന്ന അക്ഷരം തിരഞ്ഞെടുത്തിരിക്കുന്നു. സച്ചിത്ത്. വൈഫിന്റെ പേരെന്താ? വൈഫിനെ തുളസി. തുളസി. മക്കളൊക്കെ? മക്കള് കാ ഉണ്ട്. മക്കൾ എന്നുള്ളതിൽ കാ ഉണ്ട്. മക്കളിൽ കായുണ്ട്. എന്തായാലും വിളിച്ചാൽ സന്തോഷം. വീണ്ടും വിളിക്കുക. ഇത് അങ്ങനെ ഒരു ഗെയിമാണ്. പെട്ടെന്ന് വീണ്ടും വിളിക്കാം. നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം. നമ്മൾ തോറ്റു എന്ന് വിചാരിച്ചിട്ട് നമ്മള് ഇതാവേണ്ട കാര്യമില്ല. നത്തിങ്. നമുക്ക് ജയിക്കാൻ പറ്റാത്തായിട്ട് ഒരു പരിപാടിയില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തേണ്ടി വരും എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ പലപ്പോഴും പല കാര്യത്തിലും തോറ്റു പോകാറുണ്ട്. പലപ്പോഴും വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാറില്ല, അല്ലെങ്കിൽ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ നടന്നിരിക്കും. അപ്പൊ ഇപ്പോഴെന്താണ് നമുക്ക് അടുത്ത ആളാരാൻ നോക്കാം. ഹലോ, നമസ്കാരം. ഇങ്ങോട്ടേക്ക് കോൾ കണക്ട് ആയിട്ടില്ല. 04238249 എന്നുള്ള നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് ക്രോക്കഡൈൽ പാർക്കിൽ പോയ ആൾക്കാർ ഇതുവരെ ഒരാളും തന്നെ മോശം പറഞ്ഞിട്ടില്ല. ഗംഭീരമാണെന്ന് മാത്രം പറഞ്ഞിരുന്ന സ്ഥലമാണ്. ദുബായിലാണ് അത് സ്ഥിതി ചെയ്തത്. പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് ആ അരുവിന്റെ ഇടയിലേക്കൂടെയൊക്കെ നടക്കുന്ന സമയത്ത് അത്ര വലിയ ചൂടൊന്നും ഫീൽ ചെയ്യില്ല. എന്നാലും ഒരു വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 8 മണിക്കുള്ളിൽ എല്ലാം കണ്ട് കഴിഞ്ഞ് വരാൻ പറ്റും. പിന്നെ അതിൻ്റെ അകത്ത് AC റൂമിനകത്തും ഇത് കാണാൻ പറ്റുന്ന ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളെ കൊണ്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇപ്പോൾ ശരിക്ക് ഈ സ്കൂൾ അടക്കുന്ന സമയമാകുമ്പോൾ കുട്ടികൾക്ക് ഫ്രീ ആകും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഹലോ, നമസ്കാരം. ഹായ്. എന്താ പേര്? ഷബാന. എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ ഒരു ബ്രേക്ക് എടുത്തു. യെസ്, വെരി ഗുഡ്. അപ്പൊ ഏതാണ് അക്ഷരം? ഞാൻ ആദ്യമായിട്ടോ ഈ ബാക്കിൽ കാണുന്ന ഏതെങ്കിലും ഒരു അക്ഷരം തിരഞ്ഞെടുക്കാം. ആ തിരഞ്ഞെടുക്കുന്ന അക്ഷരം വരുന്ന സമയത്ത് അതിനകത്തൊരു ഗെയിം വരും. ആ ഗെയിം എന്താണോ ആ ഗെയിം ആയിരിക്കും കളിക്കേണ്ടി വരിക. പി. ലാസ്റ്റ് അക്ഷരമായിട്ടുള്ള പി എന്ന അക്ഷരം തിരഞ്ഞെടുത്തിരിക്കുന്നു. പി എന്ന അക്ഷരത്തിൽ എന്താണ് ഗെയിം വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇത് അന്താക്ഷരിയാണ്. അന്താക്ഷരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാട്ട് പാടുക. പാട്ട് പാടിയിട്ട് അവസാനത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം നമ്മൾ അടുത്ത ആൾക്ക് കൊടുക്കുക. പാട്ട് എവിടെ വേണേലും നിർത്താം. നിർത്തിയിട്ട് അക്ഷരം കൊടുക്കുന്നത് വരെ, അതായത് 2 മിനിറ്റ് സമയമാണ്. ആ 2 മിനിറ്റ് സമയം ആവുന്ന സമയത്ത് ആരുടെ കയ്യിലാണോ ബോൾ ഉള്ളത് അയാളായിരിക്കും ഔട്ട് ആകുന്നുണ്ടാവുക. അപ്പൊ വേറെ ആള് കളിക്കുന്നുണ്ട്. ഞാനുണ്ടാവും. ഇപ്പുറത്തെ സൈഡിൽ ഞാനുണ്ടാവും. നമുക്ക് 2 കോള് കണക്ട് ചെയ്തിട്ട് വേണം കൊടുക്കാറുണ്ട്. നിരഞ്ജ, ചാൻസ് ഉണ്ടോ? ഞാൻ അതിനും തയ്യാറാവും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. റെഡി. അപ്പൊ ഫസ്റ്റ് പാട്ട് ഷബാന എന്നല്ലേ പേര് പറഞ്ഞേ? അതെ, ഷബാന തന്നെ പാടിക്കോളൂ. ഇഷ്ടമുള്ള പാട്ട്. മലയാളം പാട്ടാണേ. മലയാളം പാട്ട് ഓൺലി. സിനിമാ പാട്ട് മാത്രം. പാട്ട് പറയൂ. ഞാൻ പാടി തുടങ്ങാം. എന്നാലും ഞാൻ പാടി തുടങ്ങാം, കുഴപ്പമില്ല. നെഞ്ചുടുക്കിന്റെ അല്ല, അത് ഇതല്ലേ? അത് നാടൻ പാട്ടാന്ന് തോന്നുന്നുണ്ട്. അല്ലല്ല, നെഞ്ചുടുക്കിന്റെ മറ്റേ കലാഭമണിയുടെ പാട്ടല്ലേ? അല്ല, അത് പറ്റില്ല. മിഴിയറി അത് നാടൻ പാട്ടല്ലേ? സിനിമാ പാട്ട് തന്നെ വേണം. സിനിമയിലത്തെ പാട്ട് നാടൻ പാട്ടാണോ? അതൊന്നും വേണ്ട, കുഴപ്പമില്ല. ഞാൻ അടുത്ത പാട്ട് പാടാം. ടൈമർ ഒന്ന് മാറ്റിയിട്ട മോനെ. നിരഞ്ജ, സച്ചുകുട്ട. സച്ചു മാറ്റിയിട്ടുണ്ട്. എന്താണ് ഇപ്പം ഒരു പാട്ട് പാടാൻ പറഞ്ഞ തിങ്കളേ പൂത്തിങ്കളേ ഇനിയൊളി കണ്ണെറിയരുതേ. എറിയരുതേ. ഏ ഇഷ്ടം പോലില്ലേ? എന്നോടെന്തിനെ പിണക്കം, എന്നുമെന്തിനാണ് എന്നോട് പരിഭവം, ഒരുപാട് പാടണ്ട. കാത്തിരുന്നു. എന്തോ കാത്തിരുന്നു. എവിടെയെങ്കിലും നിർത്തണം. കാത്തിരുന്നു. കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ,
എന്താ വരുത്തപ്പെട്ടേൽ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി അതൊറ്റ വാക്കാണ് ചാന്ത് പൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ കസ്തൂരി മാൻമിഴി മലർശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പാർവണേന്ദു മൂക്കി പാർവതി വീതീശ്വരന്റെ ചിന്തയിൽ ചമ്പക്കുളം തച്ചൻ ഉന്നം പിടിപ്പിച്ച പൊന്നാപുരത്തോണിയോ പൊന്നാലിനി തോണിയോ തകതനവയിൽ വിളഞ്ഞിട്ട് വാ താമര പെണ്ണേ നീ എൻ പൂങ്കരളല്ലേ കരളല്ലേ കരളേ കരളിന്റെ കരളേ എന്നോടൊന്ന് ചിരിക്കൂ ഇല്ല ഓക്കെ റെഡി ജയിച്ചു വിട്ടാ ഞാൻ തോറ്റു ശബാന എവിടെ നാട്ടില് ഞാൻ തൃശ്ശൂര് ഓക്കെ വെരി ഗുഡ് താങ്ക് യു സോ മച്ച് അങ്ങനെ രണ്ടാളുകൾ ജയിച്ചിട്ടുണ്ട് രണ്ടാളുകളിൽ ഒരാൾക്ക് മാത്രമായിരിക്കും ക്രോക്കഡൈൽ പാർക്ക് കിട്ടുക പക്ഷെ നിങ്ങൾക്ക് ജയിക്കുന്ന ഒരാൾക്ക് ഒരു സമ്മാനം 100% ഷുവർ ആയിട്ട് കിട്ടുന്നതായിരിക്കും അത് എന്ത് സമ്മാനമാണെന്ന് നിങ്ങൾ അതിനുശേഷം അതായത് ക്രോക്കഡൈൽ പാർക്കിൽ കിട്ടാത്ത ആൾക്കാരെല്ലാം 800-825-825 എന്നുള്ള നമ്പറിൽ വിളിക്കുക കിട്ടിയ ആൾക്കാർ വിളിക്കേണ്ടി വരും പക്ഷെ അവരുടെ നമ്പർ ഇവിടുന്ന് കൊടുക്കുന്നതായിരിക്കും അവരവിടുന്ന് വിളിക്കുന്നതായിരിക്കും ഹലോ നമസ്കാരം നമസ്കാരം എന്താ പേര് എന്റെ പേര് ജിബിൻ ആണ് ജിബിൻ എന്താ ചെയ്തേ ഞാനിവിടെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നത് എവിടെയാ നാട്ടില് പാലക്കാട് എവിടെ പാലക്കാട് മുണ്ടൂര് മുണ്ടൂര് കേട്ടിട്ടുണ്ട് മുണ്ടൂര് ഏത് ഭാഗത്ത് ശരിക്കും നമ്മുടെ കോഴിക്കോട് പോണ റൂട്ടാ ഗുരുവായൂർ സൈഡ് അല്ലല്ലോ ഗുരുവായൂരല്ല ഒറ്റപ്പാലത്ത് നിന്ന് ഇങ്ങോട്ട് പോകും അല്ലേ മണ്ണാർക്കാട് അതായത് ഒറ്റപ്പാലത്ത് നിന്ന് അങ്ങോട്ടേക്ക് പോകും ഒറ്റപ്പാലത്ത് അങ്ങോട്ട് ഓക്കെ അപ്പൊ നമുക്ക് അക്ഷരം ഏതാ എടുക്കുന്നേ എനിക്ക് ഗെയിം ഒന്ന് പറഞ്ഞുതരോ ഇതിനകത്ത് പിന്നിൽ കിടക്കുന്ന അക്ഷരങ്ങളിൽ ഒരു അക്ഷരം തിരഞ്ഞെടുക്കാം ആ തിരഞ്ഞെടുക്കുന്ന അക്ഷരങ്ങളുടെ പിന്നിൽ ഒരു ഗെയിം ഉണ്ടാവും ആ ഗെയിം എന്താണ് ആ ഗെയിം ഞാൻ പറഞ്ഞുതരും അതാണ് നമ്മൾ കളിക്കുക 2 മിനിറ്റ് നേരമാണ് എല്ലാ ഗെയിമിനുള്ള ടൈം ഒന്നുമില്ല എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് ഡി ഉണ്ട് ഇത് ബാക്കിൽ കിടക്കുന്നില്ലേ എന്റെ പിറകിൽ എം ഓക്കെ ഈ ഓപ്പൺ ആയ അക്ഷരങ്ങളില്ല അല്ലാത്ത എല്ലാം ഉണ്ട് എം എന്ന അക്ഷരം ഉണ്ട് എം എന്ന അക്ഷരം ഓപ്പൺ ആക്കാൻ പറഞ്ഞിരിക്കുന്നു സച്ചുവാട്ടൻ അവിടുന്ന് ഓപ്പൺ ആക്കുന്നു താക്കോലും തുറന്നിട്ട് 2-1 എന്നുള്ള ഗെയിമാണ് വന്നിരിക്കുന്നത് 2-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 20 എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ 19 എന്ന് പറയണം ഒരു നമ്പർ താഴോട്ട് പറയണം പക്ഷേ ഞാൻ 20 എന്ന് പറയുമ്പോൾ നിങ്ങൾ 19 എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇംഗ്ലീഷിലാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മലയാളത്തിൽ പറയണം ഞാൻ 19 എന്നാണ് പറയുന്നത് നിങ്ങൾ 18 എന്ന് പറയണം ഞാൻ 2 എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ 1 എന്ന് പറയണം മലയാളത്തില് അതെ ഞാൻ 3 എന്നാണ് പറയുന്നത് നിങ്ങൾ 2 എന്ന് പറയരുത് 2 എന്ന് പറയണം അതും ബാക്കിലോട്ട് വരണം റെഡി ടൈം സ്റ്റാർട്ട് നൗ പേരെന്തായിരുന്നു ജിബിൻ ഓക്കെ റെഡി ടൈം സ്റ്റാർട്ട് നൗ അങ്ങനെ സമയം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു 33 31 31 4 3 4 1 25 25 36 36 49 41 45 41 29 27 28 എവിടെ പോയി ഇല്ല ഞാൻ മുന്നോട്ട് പോയി 29 27 എന്തിലാ വർക്ക് ചെയ്യുന്നത് നിങ്ങള് ഞാൻ അക്കൗണ്ട്സിലാണ് എന്റെ പൊന്നടാവേ വന്ന് പെട്ട സാധനം കൊള്ളാം 59 എത്ര കേട്ടില്ല 59 57 56 93 92 90 89 81 80 82 81 74 82 81 എന്ന് പറഞ്ഞില്ലേ പറഞ്ഞു ഞാനും അത്
പിന്നീടാണ് അത് ശ്രദ്ധിച്ചത്. പക്ഷെ നിങ്ങൾ ഞാൻ അക്കൗണ്ടന്റ് തെറ്റ് ഞാനായിട്ട് ആയത് സമ്മതിച്ചു തന്നു. റിയലി ഇത്രയും സമയമൊന്നും പിടിച്ചേക്കില്ല കേട്ടോ. ഇല്ല റിയലി നിങ്ങൾ ഭയങ്കര ഗംഭീരമായിട്ട് കളിച്ചു. കാരണം ഒന്നാമത് നിങ്ങൾ അക്കൗണ്ട്സിലായതുകൊണ്ടായിരിക്കാം. നിങ്ങൾ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ആ കമ്പനിക്ക് നിങ്ങൾ ഒരു മുതൽക്കൂട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും ഗംഭീരമാണ്. നമ്മളെല്ലാവരും അല്ലെങ്കിലും ഗൾഫുകാരെന്ന് പറയുന്ന പ്രവാസികൾ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഭയങ്കര സംഭവമാണ്. നാട്ടിലെ ഉത്സവവും തെയ്യവും വയലും മഴയും അവിടുത്തെ എല്ലാ പരിപാടികളും ഉപേക്ഷിച്ച് ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ഗഡ്സ് വേറെ ആർക്കുള്ളത്? നമുക്ക് മാത്രമേ ഉള്ളൂ. ഹലോ ഹലോ, നമസ്കാരം. ആരാ? ജസ്ന. ജസ്ന റെഡി? ഏതാ അക്ഷരം? ടി. സി അല്ല, ടി ഫോർ ദുബായ്. ഡി. സച്ചു സി ഓപ്പൺ ആക്കല്ലേ. ഡി 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 ഡി. ജസ്ന എവിടെയാ നാട്ടില്? ഞാൻ നാട്ടിൽ ആലപ്പുഴ. ആലപ്പുഴയാണ്. കഥ പറയുമ്പോൾ ഞാൻ ഒരു കഥ പറയും. അത് ഏത് സിനിമയിലെ കഥയാണെന്ന് പറയണം. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ടിവിയുടെ സൗണ്ട് ഇട്ടിട്ട് നോക്കട്ടെ. അപ്പൊ അവർക്കെങ്കിലും കിട്ടാണെങ്കിൽ അവരും കളിച്ചോട്ടെ. അല്ല, അപ്പുറത്തോട്ട് മാറി നിൽക്കണം. എന്നിട്ട് ടിവിയുടെ സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവര്. അല്ലല്ല, ഞാൻ ഇട്ടിട്ട് ഇപ്പുറത്തോട്ട് വന്നു. ഇനി പറഞ്ഞു. 3-4 റൂമുണ്ടോ? ഉണ്ട്. ടിവിയിൽ വരുമ്പോ കുറച്ച് സമയം എടുക്കുവേ. ഇല്ല, ഓക്കെ പറഞ്ഞോ. സ്റ്റാർട്ട് ചെയ്യട്ടെ? പറഞ്ഞോ. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ഇതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഒരച്ഛൻ, ഒരു മകൻ ആൻഡ് അവർക്ക് ഒരു 2 പെമ്മക്കൾ കൂടി ഉണ്ട്, ഈ അച്ഛനും അമ്മക്കുമായിട്ട്. ഇതിലുള്ള മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനാണ്. ഹലോ, ഓക്കെ. തികഞ്ഞ രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം. ഒരുപാട് ഇങ്ങനെ കൈയഴിഞ്ഞ് സഹായിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ. പരമാവധി ചെരുപ്പിടാന്ത് പോലും നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മനുഷ്യൻ. അയാളുടെ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നടക്കുന്ന, ഇതൊന്നും അച്ഛൻ്റെ ഈ ഇത്തരം ചേഷ്ടകളൊന്നും ഇഷ്ടമില്ലാത്ത ഒരു മകൻ. എന്നിട്ടും ഈ മകൻ ഇങ്ങനെ ഇടയിൽ വെച്ച് എപ്പോഴോ അച്ഛൻ്റെ രാഷ്ട്രീയത്തിലേക്ക് അറിയാതെ വഴുതി വീഴുന്ന ഒരു മകൻ. അവസാനം എത്തുന്ന സമയത്താവുമ്പോൾ അച്ഛൻ പല ആളുകളുടെയും, നാട്ടിലുള്ള പല ആളുകളുടെയും സങ്കടങ്ങൾ കണ്ടു അറിഞ്ഞ് പെരുമാറുന്ന അച്ഛൻ. അതേ പാതയിലേക്ക് മകൻ വരുന്നുണ്ടെങ്കിലും മകൻ പൈസ ചെലവില്ലാതെ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ഇന്നത്തെ രാഷ്ട്രീയത്തിലേക്ക് മകൻ മാറുകയും രാഷ്ട്രീയത്തിലൂടെ പൈസ എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ആളുകളെ പൈസ ഇല്ലാതെ സഹായിക്കാൻ പറ്റുക എന്നൊക്കെ കാണിച്ചു തരുന്ന ഒരു ചലച്ചിത്രമാണിത്. ഈ അച്ഛനോട് മക്കൾക്ക്, അതായത് പെൺമക്കൾക്കൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. അത് ഇടക്ക് വെച്ചിട്ട് മകൻ ഇടപെട്ട് ആ മക്കളോട് പോലും കുറച്ചും കൂടിയൊക്കെ അച്ഛനോട് സ്നേഹം കാണിക്കണം എന്ന് പറയപ്പെടുന്ന ഒരു മകൻ. ഈ അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ മകൾ ഒരാളുണ്ടായിരുന്നു. ആ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഈ മകന് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ പെൺകുട്ടി സമ്മതിക്കുന്നുണ്ടായിട്ടില്ല. ഈ അച്ഛൻ്റെ മകളെ ആയിട്ട്, ഈ അച്ഛനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയെങ്കിലും നിന്നെ കല്യാണം കഴിച്ചോട്ടെ എന്ന് ആദ്യം അങ്ങോട്ട് പ്രേമം അഭ്യർത്ഥിക്കുന്ന ആ കുട്ടിയായിരുന്നു. പിന്നീട് അത് നിരസിക്കുന്നു ആൺകുട്ടി. പിന്നീട് അവൻ തിരിച്ച് അങ്ങോട്ട് പ്രേമം അഭ്യർത്ഥിക്കുന്നു. അത് രണ്ടും നടക്കുന്നില്ല. അവസാനം കല്യാണം കഴിയുന്നതായിട്ടൊന്നും സിനിമയിൽ കാണിക്കുന്നില്ലെങ്കിലും കിട്ടിയോ? എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഇദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനുണ്ട്, അദ്ദേഹത്തിന് ചെവി കേൾക്കില്ലായിരുന്നു. അങ്ങനെ ചെവി കേൾക്കാത്തൊരു സാഹചര്യം വന്നിട്ട് അല്ല, എന്താണ് ചെവി കേൾക്കാത്ത കൂട്ടുകാരനോ? ഇത് ഏത് കാലത്തെ പടമാണ്? വെരി ന്യൂ മൂവി. വെരി ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 years മേ ബി, എനിക്ക് തോന്നുന്നു. 2 years 2 years ഒക്കെ വെരി ന്യൂ എന്ന് തന്നെ പറയാന്നേ. ന്യൂ ജെൻ മൂവിയാന്ന് പറയാം. ഞാൻ മൂവീസ് അങ്ങനെ വിടാത്ത ആളാണ്. സമയം കഴിഞ്ഞു, ഞാൻ പറയട്ടെ. മൂവി തീപ്പൊരി ബെന്നി. എന്താണ് തീപ്പൊരി ബെന്നി? സിനിമയുടെ പേരോ? അതെ, അർജുൻ അശോക് ആണ് നായകൻ. അർജുൻ അശോകന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ജഗദീഷ് ശ്രീകുമാറാണ്. ജഗദീഷാണ്. കഥ ഇന്നത്തേക്ക് വേണ്ടി പഠിച്ചോണ്ട് വന്നതാണോ സനീഷ്? അല്ല, ഞാൻ ഒരു സിനിമ കാണുമ്പോ അത് അങ്ങനെ മനസ്സിൽ കയറ്റി വെക്കും. അയ്യോ, പൊട്ടി സിനിമ എന്നെ കൊണ്ടുവന്ന. പക്ഷെ നല്ല സിനിമ കേട്ടോ, കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. ഞാൻ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്, കാണണം എന്ന് പറയുന്നത്. നന്മയുള്ള സിനിമകൾ വരണം, നന്മയുള്ള സിനിമകൾ വിജയിക്കണം എന്ന്. എന്തായാലും ജസ്റ്റ് താങ്ക് യു സോ മച്ച്. അങ്ങനെ ജസ്റ്റിനോട് പരാജയപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടുത്ത ആളിലേക്ക് പോകാനുള്ള സമയമാണ്. നോ പ്രോബ്ലം എന്ന് പറഞ്ഞു പോകുന്നു ജസ്ന. താങ്ക് യു സോ മച്ച് ജസ്ന. അപ്പൊ അടുത്ത ആളിലേക്ക് പോയി നോക്കാം. നമുക്ക് ഇനിയും അക്ഷരങ്ങൾ ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള അക്ഷരങ്ങൾ കൂടി വിറ്റിട്ട് വേണം എനിക്ക് എന്റെ പാട്ട് പോകാൻ. ഹലോ ഹലോ, ആരാ? നയന. നയന, എന്ത് ചെയ്യുന്നു നയന? ഞാൻ കോളേജിലാ. ഞാനൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സാ വിചാരിച്ചത്. എന്തിലാ പഠിക്കുന്നേ? ഞാൻ BSc സൈക്കോളജി. സൈക്കോളജി പഠിക്കാൻ പറ്റിയ ശബ്ദമാണ്. ശരിക്കും ഞാൻ ഒരു 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി മാക്സിമം വിചാരിച്ചു. എന്റെ മോൾ എത്രയുള്ള ഈ കുട്ടിയാന്നാ വിചാരിച്ചത്. ഇറ്റ്സ് ഓക്കെ. ഏതാണ് അക്ഷരം മോളെ? എനിക്ക് മോളെ എന്നൊക്കെ വിളിക്കാൻ നിരഞ്ജ, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ചെറിയ കുട്ടികൾ തന്നെയാ. ഏതാ അക്ഷരം?
എന്നെ ഓപ്പൺ ആക്കി കഴിഞ്ഞു. ഇതെന്താണ്? പാട്ടുമാലയാണ് മോളെ. എന്തോ? പാട്ടുമാല. അതായത് ആ ഒരു വേർഡ് പറഞ്ഞുതരും. ഓക്കെ. ആ വേർഡിൽ ഒരു പാട്ട് പാടണം. മലയാളം പാട്ടായിരിക്കണം. ആ വേർഡ് എവിടെങ്കിലും വന്നാ മതി. ഓക്കെ. അതിൽ തുടങ്ങണമെന്നില്ല. ഓക്കെ. അപ്പൊ അത് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അതിൽ നിന്നൊരു വേർഡും കൂടി പിക്ക് ചെയ്യും. മോള് പാടുന്നതിൻ്റെ അകത്തുനിന്ന്. ഓക്കെ. ആ പിക്ക് ചെയ്ത് തരുന്ന ആ വേർഡ് വെച്ചിട്ട് പിന്നെ അടുത്ത പാട്ട് ആ വേർഡ് വെച്ചിട്ട് മീൻസ് ആ വേർഡ് എവിടെയെങ്കിലും വരുന്ന രീതിയിൽ പാടുക. അയ്യോ. ഓക്കെ. അപ്പൊ വീണ്ടും ഞാൻ അതിൽ നിന്ന് പിക്ക് ചെയ്യും. അങ്ങനെ 7 പാട്ടുകൾ പാടണം. അത് മാലയായിട്ട്. ഓക്കെ. 7 songs. ഓക്കെ. ഓക്കെ. 2 minute സമയമുണ്ട്. ഫുള്ളായിട്ട് പാട്ട് പാടേണ്ടൊന്നും വരില്ല. 2 വരി പാടുമ്പോഴേക്കും ഞാൻ അതിന്റെ എന്തെങ്കിലും ഒരു വേർഡ് എടുത്തു തരും. ഓക്കെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് വേർഡ് ഞാൻ തരുന്നത് 1. ഒന്നാം രാഗം പാടി ആഹാ. ഒന്നിന് മാത്രം തേടി വന്നുവല്ലോ. അത്ര മതില്ലോ. അപ്പൊ പാടി. പാടി. രണ്ടാമത്തെ പാടി. അച്ഛൻ അവിടുന്ന് പാടി എന്ന് പറഞ്ഞു തന്നു. അതുപോലെ പാടി. പാട്. ബാക്കി അറിഞ്ഞൂടാ. എന്തെങ്കിലും എനിക്ക് വാക്ക് കിട്ടണ്ടേ അങ്ങോട്ട് തരാൻ. അപ്പൊ വേറെ പാട്ട് പാട്. വേറെ പാട്ട്. ഒരു കിളി. അല്ല, വേറെ ഉണ്ടല്ലോ പാടി എന്നുള്ള പാട്ട്. പാട്. അല്ല, പാടുവാനായി വന്നു നിൻ പടിവാതുക്കൽ. ഇത് ആരാ? ഇത് അച്ഛൻ. അച്ഛന്റെ പേരെന്താ? പാടാൻ പറ. പാട്. പാട്. പാടാന്ന് പറയത്തില്ല, പറയാ. പാടുവാനായി വന്നു നിൻ പടിവാതുക്കൽ. വാതുക്കൽ. പഴയ പാട്ടാ. അടുത്ത വാതുക്കൽ. വാതിൽ. വാതിൽ. ഈ നാനാണെന്ന് എവിടുന്ന് വരുന്നു? ഏത് വാതിലില്ല ഇത്? കറക്റ്റ് ആയിട്ട് പറ. വാതിലിൽ. ആ വാതിലിൽ ലിറിക്സ് അറിഞ്ഞൂടാ. ഞാൻ എന്ത് ചെയ്യും? വാതിലിൽ ആ വാതിലിൽ കാതോർത്തു ഞാൻ. കാത്. കാതോട് നിങ്ങൾ എവിടെയാ പോണേത്? എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കാം. 2 പേരും കൂടി അങ്ങ് സ്കൂളിൽ 1-ാം കൊച്ചു തുമ്പി പാടുകയാണോ? കാതോട് നിങ്ങള് വേറെ വഴിക്ക് പോണ് പാട്ട്. കുഴപ്പമില്ല, 4 പാട്ട് പാടി സമയം തീർന്നു പോയി. കുഴപ്പമില്ല. അച്ഛന്റെ പേരെന്താ? അജയേട്ടൻ. ഓക്കെ അജയേട്ടൻ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മൾ ഇതുപോലെ ഒരു TV പരിപാടിക്ക് വിളിക്കുന്നത്. ഓ, അതാ അങ്ങനെയാണല്ലോ വേണ്ടത്. എന്റെ പേര് സനീഷ് ചാക്യാർ. താങ്ക് യു സോ മച്ച് അജയേട്ടാ. താങ്ക് യു മോളെ. അപ്പോ നമുക്ക് ഈ പിന്നിൽ കിടക്കുന്ന അക്ഷരങ്ങൾ തീർത്തിട്ട് വേണം എനിക്ക് വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പടപടയെന്ന് വിളിച്ചോ. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. അനുപേട്ടനാ? അക്ഷരം പറ. കൊറേ ആയല്ലോ കണ്ടിട്ട്. എവിടെ? നാട്ടിൽ പോയാ? കൊറേ നീ വരാറില്ലേ? ഞാൻ ദിവസം വെച്ച് നോക്കൂ. പക്ഷെ എല്ലാ തിങ്കളാഴ്ച. ഇന്നലെ എന്റെ പ്രശ്നമല്ല, ഇവിടെ ടെക്നിക്കൽ ടീം കൂടി ഉണ്ടായിട്ടില്ല. അവര് വേറെ ഒരു ഫുഡ് കഴിക്കാൻ പോയി. അതാണ് അത്യാവശ്യമായിട്ട് ഷൂട്ടിന് പോയതാ അവര്. പറയും. കഥാപാത്രവും സിനിമയും പൊളിച്ച്. കഥാപാത്രവും സിനിമയും ഒരു പ്രശ്നം എന്താ അറിയോ? കഥാപാത്രവും സിനിമയും ഞാൻ കൊണ്ടുവന്നതെല്ലാം ഒരുവിധം എല്ലാം കഴിഞ്ഞു. നിരഞ്ജ ഒരു സാധനം പറഞ്ഞേ. ഇത് പറയാം. ഇത് കുഴപ്പമില്ല, ഇത് കിട്ടുന്നതായിരിക്കുവേ. നോക്കാം. ചതി, കൊടും ചതി. സംവിധായകൻ ജോഷി എന്നെ ചതിച്ചു. മമ്മൂട്ടി, കോട്ടയം കുഞ്ഞച്ചൻ. മമ്മൂട്ടി, കോട്ടയം കുഞ്ഞച്ചൻ റൈറ്റ് ആൻസർ ആണ്. അടുത്തത് ചോദിക്കട്ടെ? റൈറ്റ് ആൻസർ ആണ്. അടുത്തത് പറയട്ടെ? കർത്ത അല്ല, ഞാൻ കർത്ത എന്ന എന്റെ പേര് പറഞ്ഞതാ. കർത്ത. ദൈവമേ, കർത്ത. എനിക്കൊരു ഊഹം, സിനിമയുടെ പേർക്ക് കിട്ടൂല അങ്ങനെ പോയാലും. എന്റെ ഒരു ഊഹം അത് ഇതാണ്, ഞാൻ പറഞ്ഞാലോ, കൊച്ചിനാനേഫയാണ്. ഇല്ല, ഒന്ന് പറഞ്ഞ് തെറ്റിയ പിന്നെ ഇവിടെ ഇത് എടുക്കൂല. ഇനി പറയട്ടാ, എടുക്കൂല. ഇവിടെ ഞാൻ എടുത്താലും നിരഞ്ജൻ സമ്മതിക്കൂല. നിരഞ്ജൻ.
അതായത് ഉത്തരം എന്താണെന്നറിയോ? ആ വെട്ടം സിനിമയില് മാമുക്കോയും ജഗദീഷ് ശ്രീകുമാർ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് പറയുന്നത് ഞാൻ കറുത്ത. അന്നേരം ജഗദീഷ് ശ്രീകുമാർ ചോദിച്ചു, താൻ കറുത്തോന്ന് എനിക്ക് എങ്ങനെ അറിയാം, പണ്ട് വെളുത്തിട്ടായിരുന്നു. അല്ല ഇത് മറ്റേ നമ്മുടെ തുരുപ്പൂരാലിലും ഉണ്ട് അങ്ങനെ ഇതേപോലെ കൊച്ചിനെ ഇപ്പൊ പറയുന്നത് പേര് പറഞ്ഞ ഒരു ഇത് എനിക്ക് ഓർമ്മയില്ല. സ്വാഭാവികം. ഒരേ സിനിമയിലെ ഡയലോഗ് ഇപ്പൊ വരുന്നത് സ്വാഭാവികമാണ്. അതേപോലെയല്ല ഒരു ഏകദേശം. ഇപ്പൊ ധ്യാൻ ശ്രീനിവാസൻ മോഹൻലാൽ ശ്രീനിവാസനും പറഞ്ഞത് ധ്യാൻ ശ്രീനിവാസനും പിന്നെ ഇവനും പറഞ്ഞു തുടങ്ങി. സെയിം സിനിമ ഡയലോഗ് എല്ലാരും പറഞ്ഞു തുടങ്ങി. ഈ കുറച്ച് ബുദ്ധിമുട്ടാക്കി കിട്ടാൻ സാരല്ല. എന്തായാലും താങ്ക് യു സോ മച്ച്. ഫുഡൊക്കെ കഴിച്ചിരിക്കും. അപ്പൊ അടുത്ത ആളിലേക്ക് പോവാം. അടുത്ത ആളിലേക്ക് പോയതിനു ശേഷം നമുക്ക് അടുത്ത അക്ഷരത്തിലേക്ക് പോകാനുള്ള സമയമാണ്. ഹലോ നമസ്കാരം, ആരാണ്? ഹലോ നമസ്കാരം, ആരാണ്? നജീബ്. നജീബ്, എന്താ ചെയ്യുന്നത്? ഞാനൊരു കമ്പനി വർക്ക് ചെയ്യണം. വെരി ഗുഡ്. എവിടെയാ നാട്ടില്? നാട്ടില് പട്ടാമ്പി, പാലക്കാട്. പാലക്കാട് പട്ടാമ്പി. അടിപൊളി അടിപൊളി സ്ഥലം കേട്ടോ. പാലക്കാട് എന്ന് പറയുമ്പോഴേ ഒരു വല്ലാത്ത സുഖമുള്ള ഒരു സ്ഥലമാണ്. ആ വയലുകളൊക്കെ കണ്ടാൽ തന്നെ. നിങ്ങള് കൊല്ലങ്കോട്, കൊല്ലങ്കോട് നിങ്ങളുടെ അടുത്തല്ലേ? കൊല്ലങ്കോട്, കവളപ്പാറ കൊട്ടാരം ഞാൻ വന്ന സ്ഥലങ്ങളാണ്. കവളപ്പാറ കൊട്ടാരം, പിന്നെ നമ്മുടെ ഏറ്റവും ഫേമസ് ഇപ്പൊ വരുന്ന, എനിക്ക് തോന്നുന്നു നമ്മളിപ്പൊ അടുത്തിറങ്ങി ഇപ്പം ഭയങ്കര ട്രോള് നടക്കുന്ന ഒരു സിനിമ ഉണ്ടല്ലോ. എന്താണ് ആ ഇത് 4 ഇറങ്ങിയ എന്താണ് നിരഞ്ജ? നമ്മുടെ പ്രേതത്തിന്റെ സിനിമ ഇപ്പൊ ഇറങ്ങിയ അല്ല, പ്രേതത്തിന്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല ഇപ്പൊ, നമ്മുടെ ഖുശ്ബുവിന്റെ ഹസ്ബൻഡ് സംവിധാനം ചെയ്തിരുന്നേ. അരമന 4 ഇറങ്ങിയിട്ടില്ലേ? അരമന 4 ഷൂട്ട് ചെയ്തിരിക്കുന്ന പാലക്കാടാണ്, അറിയാലോ? അറിയില്ലേ? ഞാൻ വരിക്കാശ്ശേരി മനയിലാണ് ആ സംഭവം ഷൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടാ. അത് ഒറ്റപ്പാലം ഭാഗത്താണ്. പാലക്കാടാണെന്നാ ഞാൻ പറഞ്ഞത്. അതെ അതെ. ഓക്കെ. ഏതാ അക്ഷരം? ആൽഫബറ്റ് എ. ഓപ്ഷൻ എ. പാലക്കാട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ കണ്ണൂരാണെങ്കിൽ കണ്ണൂരുള്ള എല്ലാ സ്ഥലങ്ങളും നമുക്കൊരു ഭയങ്കര ഒരു ഇതല്ലേ? അതെ അതെ. കുസൃതി ചോദ്യാണേ. അല്ല, അന്താക്ഷരിയാണ്. അന്താക്ഷരി. അന്താക്ഷരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു പിന്നെ നിങ്ങളൊരു പാട്ട് പാടുന്നു, നമ്മൾ പിന്നെ അതിന്റെ അവസാനത്തെ വാക്കെടുത്തിട്ട് അതിന്റെ ആദ്യത്തെ അക്ഷരം എടുത്തിട്ട് അങ്ങനെ പാടി പോകുന്നു. അവസാനം ആകുമ്പോ ആരാണോ പാടാണ്ടിരിക്കുന്ന അയാൾ തോക്കും. അപ്പൊ പാടി തുടങ്ങിക്കോ. കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ. നിങ്ങള് സ്റ്റാർ സിംഗറിൽ വല്ലതും പോയിട്ടുണ്ടാ? സത്യം പറയണം, നല്ല പാട്ട് കിട്ടാ. അക്ഷരം പറ. പൈങ്കിളി നീ അല്ലേ? നീ അല്ലേ? അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നു. വാ. നിരഞ്ജനി ഞാൻ പാടുന്ന പാട്ടിന്റെ ചരണവും ഇതൊക്കെ കേൾക്കുമ്പോ നിരഞ്ജനി ഇങ്ങനെ അരിശം കൊള്ളുന്നുണ്ട്. ഇവന് എന്താ പാടേ? വാ വാ താമര പെണ്ണെ നീ എൻ പൂങ്കരളല്ലേ, കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, നിന്നിളം കയ്യിൽ മെല്ലെ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. വാ. മലയാളാണോ അത് നിരഞ്ജ? ഞാനൊരു പാട്ട് ഇങ്ങനെ മനസ്സിലാലോചിക്കാം നിരഞ്ജ, അതിന്റെ മലയാളം നോക്കിയിട്ട്. അത് മലയാളാണോ? അത് മലയാളാണോ? ആണല്ലേ? അപ്പൊ അത് ഓക്കെ. പറഞ്ഞില്ല. അത് പാട്. വാ വെച്ച് പാട്ട് പാട്. നോക്കട്ടെ, ഡിക്ഷണറി എടുത്ത് വെച്ച് നോക്കുകയാണോ? പാട്ട് പുസ്തകമുണ്ടോ വീട്ടില്? അല്ല, പാലക്കാടൊക്കെ ഇഷ്ടം പോലെ കിട്ടും പാട്ട് പുസ്തകം. അത് മേടിച്ച് വെച്ച് പാടുന്നുണ്ടോ? വെണ്ണില കൊമ്പിലേരാ പാടി. ടൈം ഔട്ടായി പോയി, അതുകൊണ്ട് തോറ്റുപോയി. പാടിയിരുന്നു, പക്ഷെ അക്ഷരം തന്ന് ഇങ്ങോട്ട് തരണം, അതുകൊണ്ടാണ് ഔട്ടായത് കേട്ടാ. പാടിയിരുന്നു, പാടി അക്ഷരം ഇങ്ങോട്ട് തന്നിട്ട് എനിക്ക് അക്ഷരം തന്നിരുന്നെങ്കിൽ ജയിച്ചേനെ. ടി വിയിൽ ചെറിയ സമയം ഡിഫറൻറ്റ് ഉണ്ടാവും, ടി വിയിൽ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്നാലും വിളിച്ചാൽ സന്തോഷം അറിയിക്കുന്നു. വീണ്ടും വിളിക്കുക, നമുക്ക് വീണ്ടും വിളിച്ച് വേറെ ഏതെങ്കിലും ഗെയിം കിട്ടുന്ന ദിവസങ്ങളിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും ഗെയിം കിടക്കല്ല. അപ്പോൾ നാളെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേ ഗെയിം തന്നെ ആവണമെന്നില്ല, വേറെ ഗെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല, നിങ്ങൾക്ക് വീണ്ടും വിളിക്കാം, നാളെ വിളിക്കാം. ഇന്നത്തെ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. നമസ്കാരം. നല്ല പരിചയമുള്ള ശബ്ദം. ആരാണ്? സഗീർ. സഗീർ, ആദ്യമായിട്ട് വിളിക്കാണോ? കുറെ നാൾക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ട്. എവിടെയായിരുന്നു ഇത്രയും കാലം? എന്നിട്ട് എവിടെ പോയി?
ഞാൻ ചുമ്മാ ഒരു കുറെ നാളായിട്ട് സമയമില്ല, ഇപ്പൊ കണ്ടുപിടിച്ചതാ. ഇപ്പൊ സമയം വന്നല്ലേ, ക്രിക്കറ്റ് എല്ലാം കഴിഞ്ഞപ്പോ നമ്മൾ ഓർമ്മ വന്നല്ലേ. നല്ല സമയം. അതെ. ദുഷ്ടന്മാർ. ഏതാ അക്ഷരം? ബി. 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 ബി ഓപ്പൺ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. സച്ചുമോനെ, സച്ചുവേട്ടന് ഇതെന്താണ് പാട്ടുമാലയൊക്കെയാണോ? അപ്പൊ സഗീറേ, ഓ സഗീർ എന്ന് പറഞ്ഞാൽ വലുത് എന്നല്ലേ അർത്ഥം? അല്ല, ചെറുതെന്നുള്ള അർത്ഥം. കബീറാണ് വലുത്. കബീറാണ് വലുത്. അപ്പൊ വീട്ടില് കബീറും ഉണ്ടാ? കബീറുണ്ട്. ഞാൻ ഏറ്റവും ചെറിയ ആളാണ്, അതുകൊണ്ട് സഗീർ ആയതാണ്. ഉപ്പ ഗൾഫിലായിരുന്നാ? ഇല്ല ഇല്ല ഇല്ല, ഉപ്പ നാട്ടിൽ തന്നെയായിരുന്നു. ഉപ്പ നാട്ടിൽ തന്നെ മദ്രസയിൽ നിന്ന് പഠിച്ചാണ്. സഗീറും കബീറും ആലോചിച്ച എന്നാ പിന്നെ വാഹത്ത് ഇത്തിനിയും തലാത്ത അർബ ഹംസ പറഞ്ഞു ഏതാ നമുക്ക് ഏതാ കിട്ടിയിരിക്കുന്നേ? അത് പാട്ട് പാടല്ലോ, അത് ആടൊക്കെ. എവിടെ നാട്ടില്? ഞാന് അരൂര്, ആലപ്പുഴ. ആലപ്പുഴ. അപ്പൊ പിന്നെ ഇഷ്ടം പോലെ പാട്ടുണ്ട്. ആലപ്പുഴന്റെ പേരിലാണ് കംപ്ലീറ്റ് പാട്ടുകൾ വന്നിരിക്കുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് സംഭവം? എങ്ങനെയാണ്? ഞാനൊരു വാക്ക് തരും, ആ വാക്കിലൊരു പാട്ട് പാടുക. ഓക്കെ. ആ പാടുന്നതിന്റെ ഇടയിൽ നിന്ന് നിങ്ങൾ പാടിയ വാക്കിന്റെ അകത്ത് ഏതെങ്കിലും ഒരു വാക്ക് ഞാൻ എടുത്തു തരും. ഇപ്പൊ ഞാനിപ്പോ ആ വാക്ക് എടുക്കുന്നത് ഇപ്പോ ഞാൻ പാട്ട് എന്നാണ് പറയുന്നത് വിചാരിച്ചോ. അപ്പൊ നിങ്ങൾക്ക് ആ വാക്ക് എവിടെയെങ്കിലും വന്നാ മതി. നിങ്ങൾ ഇപ്പൊ ഞാനൊരു പാട്ട് പാടാം, പാട്ട് പാടാം. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നിങ്ങൾ ആലപ്പുഴക്കാരനായതുകൊണ്ട് ഫസ്റ്റ് പാട്ട് കിട്ടട്ടെ എന്നുള്ളത് കൊണ്ട് തന്നെ ആലപ്പുഴ തന്നെ തുടങ്ങാം. ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ. വിതറട്ടെ. അവളെ. അവളെ. അവൾ ഇവൾ എന്നൊക്കെ ആക്കിക്കോ, കുഴപ്പമില്ല. അല്ല, ഞാനാണോ പാടണ്ടേ? നിങ്ങൾ തന്നെ ഫുള്ള് പാടുവോ? ഞാൻ തന്നെ വീണ്ടും പാടും. നിങ്ങൾ തന്നെ. ആകാശമായവളെ. അല്ല പിന്നെ അകലെ. ആകാശം. ആകാശം രണ്ടെണ്ണായി. ആകാശദീപം. ഞാൻ കേട്ടില്ല. അതൊന്നും എടുക്കൂല. എനിക്ക് വാക്ക് കിട്ടണ്ടേ? പറഞ്ഞ ഞാൻ ഇതിന്റെ അകത്ത് ഏതക്ഷരം തരും? ഏത് വെച്ച് പാടും. ഉണരുമിടമായി. ആയി. ഉണരൂ, പറയൂ. ആയി. ആയി. ആയി ആണ്. അതെന്ത് വാക്കാണത്? ആയി. ആയി. ആയില്ല. ആയിക്കൊണ്ടിരിക്കുന്നു. ആവുന്നു. ആക്കാം. ആയി. അതെല്ലാം ആക്കാം. ആയോ, ആയില്ലേ, ആയി, ആയിക്കഴിഞ്ഞു എന്നെല്ലാം ആക്കാം. ആയി. അങ്ങനെ അങ്ങനെ ഒരു പാട്ടുണ്ട്. നമുക്ക് കാവ്യാത്മകമായിട്ടുള്ള എന്തെങ്കിലും ശകലങ്ങൾ എനിക്ക് തരും. പിന്നെ ആകാശദീപം എന്നും ഉണരുമായി. എന്നും 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 നിന്നെ പൂജിക്കാം, പൊന്നും പൂവും ചൂടിക്കാം. പൊന്ന്. പൊന്നും പൂവും മാറിൽ ചൂടാം. പൊന്നാരപ്പൂ മുത്തം ചാർത്താം. പൂവ്. പാട്ടിങ്ങനെയൊന്നും അല്ല. അഞ്ചെണ്ണായി. പെട്ടെന്ന് പാട്. പൂവേ പൂവേ പാലപ്പൂവേ മണവിത്തിരി വിരലിൽ വിരലിലോ? പാല. പെട്ടെന്ന് പാട്. 2 സെക്കൻഡ്. പാലപ്പൂവേ. സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഒന്ന് നിരഞ്ജനുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. 1 സെക്കൻഡ്. നിരഞ്ജൻ, ഇദ്ദേഹത്തിനെ ജയിച്ചതായി പ്രഖ്യാപിക്കണോ അതോ പരാജിതനാക്കണോ? പരാജിതനാക്കിയാൽ അവിടെ വന്ന് ഞാൻ കൊട്ടേഷൻ തരും. നിരഞ്ജന കൊട്ടേഷൻ ഒന്നും ഏൽക്കൂല. നിങ്ങൾ 4-5 ആളെ ഏൽപ്പിക്കേണ്ടി വരും. നിന്നടിക്കും പുള്ളി. എന്തായാലും ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടേ. എനിക്ക് ആ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ചെറിയൊരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു പണ്ട്. അങ്ങനത്തെ കുറെ CDs ഇറങ്ങലുണ്ടല്ലോ. ഈ നാട്ടിലേക്ക് ഫോൺ വിളിച്ചിട്ട് ഹലോ ഉമ്മുമ്മയാ. അയ്യോ. ഹലോ, ആരാ? ശ്രീരാഗ്. ശ്രീരാഗ് എന്താ ചെയ്യുന്നത്? ഞാനവിടെ ഒരു കമ്പനിയിൽ സൂപ്പർവൈസർ ആയിട്ട്. വെരി ഗുഡ്. എവിടെയാ നാട്ടില്? കാസർഗോഡ്. കാസർഗോഡ് എവിടെ? കാസർഗോഡ് കയ്യൂർ. കയ്യൂർ സഖാക്കൾ അല്ലെ? കയ്യൂരിൻ സഖാക്കൾ. ആ ഒരു പാട്ടില്ല അങ്ങനെ? കയ്യൂരുള്ളൊരു സമര. അറിയോ? പാട്ടറിയോ? അറിയില്ല. പാട്ടറിയാം, പക്ഷെ പാടാനറിയില്ല. പുഷ്പനയറിയാമോ? പുഷ്പനയറിയാമോ അറിയാമോ? പാട്ടറിയോ? അറിയാം, പാടൂല. അക്ഷരം പറ. സി. അപ്പൊ ആ റോ അങ്ങോട്ട് കഴിഞ്ഞ്
നമ്മുടെ സച്ചുവേട്ടനാണ് ഇന്ന് കറക്കുന്നത്. സച്ചുവേട്ടൻ ഡയറക്റ്റ് അങ്ങനെ നിങ്ങൾ പാട്ടും പാടണ്ട, ഒന്നുമില്ല. നിങ്ങൾക്ക് കാലിക്കറ്റ് ജംഗ്ഷന്റെ സമ്മാനം ഡയറക്റ്റ് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഹലോ. ഓ താങ്ക് യു. അപ്പൊ അതാ കാലിക്കറ്റ് ജംഗ്ഷനിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് റിവ്യൂ പറഞ്ഞു കേട്ടോ. ഓ ഷുവർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അങ്ങനെ കാലിക്കറ്റ് ജംഗ്ഷനിൽ പോയി ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻ ഡയറക്റ്റ് കിട്ടിയിരിക്കുകയാണ് ഇന്ന്. ഇദ്ദേഹത്തിനാണ് കിട്ടിയത്, ഷിജുവിനാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. ഷിജു ഇനി കാലിക്കറ്റ് ജംഗ്ഷൻ വേറെ ആർക്കും കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് ഷിജുവിന് മാത്രമായിരിക്കും കാലിക്കറ്റ് ജംഗ്ഷൻ കിടക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് കോളർ. ഹലോ, നമസ്കാരം. ആരാണ്? ഹലോ. വിളിക്കുന്ന ആൾക്കാർ ടി വിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ തന്നെ ശ്രദ്ധിക്കുക. ഇനി ബാക്കിയുള്ള അക്ഷരങ്ങൾ ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. ഓപ്ഷൻ സി അല്ല, ജി ഉണ്ട്, ഐ ഉണ്ട്, ജെ ഉണ്ട്, കെ ഉണ്ട്, എൽ ഉണ്ട്, ഒ ഉണ്ട്. ഇത്രയും അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് 4 2 6 അക്ഷരങ്ങൾ മാത്രം ബാക്കി കിടക്കുന്നു. ഈ 6 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം തിരഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് ഓരോ ഗെയിമുകൾ ഉണ്ടാവും. ആ ഗെയിം എന്താണോ ആ ഗെയിം ആയിരിക്കും നിങ്ങൾ കളിക്കേണ്ടി വരിക. അതിനകത്ത് ഒരുപാട് ഗെയിംസ് ഇനിയും ബാക്കിയുണ്ട്. ഇതുവരെ വരാത്ത ഗെയിംസ് ഒക്കെ ഒരുപാട് ബാക്കിയുണ്ട്. ഇനിയും നിങ്ങൾ വിളിക്കാൻ കാത്തിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറേ സമയമായിട്ട് ഹോൾഡിലാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വിളിച്ചോളൂ. അങ്ങനെ ഹോൾഡ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തുന്നതായിരിക്കും. 0423824991 എന്നുള്ള ഇതിലേക്കാണ് വിളിക്കേണ്ടത്. ഉജാലയുടെ സമ്മാനം ബാക്കി കിടപ്പുണ്ട്. ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂണിന്റെ സമ്മാനം ബാക്കി കിടപ്പുണ്ട്. ആൻഡ് ക്രോക്കഡൈൽ പാർക്ക് പോയി കാണാനുള്ള 2 പേർക്കുള്ള, വലിയ ആൾക്കാർക്കുള്ള 2 പേർക്കുള്ള ടിക്കറ്റ് ആയിരിക്കും സമ്മാനമായിട്ട് വരുന്നത്. ഒരാൾക്കുള്ള ടിക്കറ്റിന് ഏകദേശം 95 to 105 dirhams ആണ് അതിന്റെ ചാർജ് വരുന്നത്. അങ്ങനത്തെ 2 ടിക്കറ്റ് ആയിരിക്കും. അതായത് ഒരു കപ്പിൾ ടിക്കറ്റ് ആയിരിക്കും നമ്മൾ സമ്മാനമായിട്ട് തരുന്നുണ്ട് 2 പേർക്ക് പോകാനുള്ളത്. ജൂലൈ മാസത്തിൽ കുട്ടികൾക്ക് സൗജന്യമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ സ്റ്റാർട്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവർ വിളിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. അവർ തന്നെയായിരിക്കും വിളിച്ചിട്ട് നിങ്ങൾക്ക് പോകാനുള്ള സമയവും ഡേറ്റും എല്ലാം തരുന്നുണ്ടാവുക. ആ സമയത്ത് പോയാൽ മതി. ആ സമയത്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഗംഭീരമായിട്ട് തന്നെ പോകാൻ പറ്റും. മീൻസ് അവരവിടുത്തെ എല്ലാ സിറ്റുവേഷനും നോക്കിയിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. ചൂടധികം ഇല്ലാത്ത സമയം, നിങ്ങൾക്ക് സമയമൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് രാവിലെ പോകാൻ പറ്റും, വൈകുന്നേരം പോകാൻ പറ്റും, ഏത് ടൈം പോകാൻ പറ്റും, അതൊക്കെ നിങ്ങൾക്ക് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് സെറ്റായിട്ട് പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 800-825-825 എന്നുള്ള നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അതായത് ജയിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേര് ലക്കി ഡ്രോയിലൂടെ ഞാൻ എടുത്ത് നിങ്ങളാണ് ക്രോക്കഡൈൽ പാർക്കിൽ പോകേണ്ട വിന്നർ എന്ന് പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ വിളിച്ചിട്ട് പറയാം ഞാനാണ് വിൻ ചെയ്തിരിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരുന്നായിരിക്കും. 0423824991 എന്നുള്ള നമ്പറിലേക്കാണ്, ലാൻഡ് ഫോൺ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. GIJKLO. ഹലോ. ഹലോ, ആരാ? നമസ്കാരം. നമസ്കാരം ശശിയേട്ടാ. ഏതാ അക്ഷരം? എന്താ അക്ഷരം എടുക്ക? ഇപ്പൊ പനിക്കുന്നുണ്ടാ? ജി. പനിക്കുന്നുണ്ടാ? പരിപാടിയില്ല. ജലദോഷമൊന്നുമില്ലേ? ഒന്നുമില്ല. എന്താ സൗണ്ട് മാറ്റം ഉണ്ടോ? ചെറിയ മാറ്റം ഉണ്ടോ അതാ ചോദിച്ചേ. അതെയാ, എന്നാ ചിലപ്പോ നാളെ പനിക്കായിരിക്കും. പനിക്കണ്ട. സ്റ്റാർ കോമ്പിനേഷൻ പൊളിച്ച്. എന്താ സ്റ്റാർ കോമ്പിനേഷൻ? അതെ. എന്താ സ്റ്റാർ കോമ്പിനേഷൻ പുതിയ ഗെയിമാ. എന്താ പറഞ്ഞിട്ട്? അതായത് ഞാൻ 2 സ്റ്റാറുകളെ പേര് പറയും. ചിലപ്പോ നിരഞ്ജ, ഞാനൊന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യട്ടെ. നിരഞ്ജ, ഇദ്ദേഹത്തിന് പാട്ട് കൊടുക്കണോ സിനിമാ പേര് കൊടുക്കണോ? പാട്ട് ഏതായാലും എനിക്ക് പാടാൻ പറ്റില്ല. ഈ ശബ്ദം വെച്ചിട്ട് പാട്ട് പാടിയിട്ട് വെറുതെ പാട്ടിനെ കൊല്ലണോ? നിരഞ്ജൻ എന്ത് പറയുന്നു? നിരഞ്ജൻ ഒന്ന് തലവെക്ക്. സ്റ്റാർ കോംബോ ആണ്. അപ്പൊ ഞാൻ ഇപ്പൊ എന്താ ചെയ്യാന്നുള്ള ആലോചിക്കുന്നത്. കാരണം അല്ല, പാട്ട് ഈ സൗണ്ട് വെച്ചിട്ട് പാട്ട് പാടിയ പാട്ടിനെ കൊല്ലില്ലേ ഇദ്ദേഹം? പറഞ്ഞു കൊടുക്ക്. ആണ്ടല്ലേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ചെറിയ മാറ്റം തന്നിട്ടുണ്ട്. ഇപ്പൊ സ്റ്റാർ കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞ കോമ്പിനേഷൻ ഒന്നും നോക്കണ്ട. ജയറാമും ഇംഗ്ലീഷും ആണ് നിങ്ങളെ കോമ്പിനേഷൻ. ജയറാമും ഇംഗ്ലീഷും? അതെ. അതായത് ജയറാം അഭിനയിച്ച ഇംഗ്ലീഷ് പേരിലിറങ്ങിയ ഒരു 10 സിനിമേന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചിട്ട് ഇഷ്ടംപോലെ സിനിമയുണ്ട് ജയറാമിന്റെ ഒക്കെ. ജയറാമിന്റെ ഇംഗ്ലീഷ് ടൈം സ്റ്റാർട്ട് കച്ചോ. ഇംഗ്ലീഷ് പേരിൽ വരുന്ന സിനിമ പേര്, അതാണ് കോമ്പിനേഷൻ. ജയറാമും ഇംഗ്ലീഷും. ജയറാമും ഒരെണ്ണം ഞാൻ വേണ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാം. സമ്മർ ഇൻ ബത്ലഹേം. ഓക്കെ, കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കിട്ടിയാ? ദക്കാർ കണ്ട 2 കിട്ടിയാ? 2 കിട്ടി. ഓ, ആടുന്ന് ഭാര്യ സപ്പോർട്ട് ചെയ്യുന്ന പാവം. ഫ്രണ്ട്സ്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? പിന്നെ ഏത് കേക്കുന്നില്ല? ഓ, ഭാര്യനെ കൊണ്ട് ഇല്ല 3 നിങ്ങൾ ഇതെന്തോ രജനീകാന്തോ? ഓ, 3 പറഞ്ഞ 6 ആവാൻ വേണ്ടിട്ട്. വേം പറ. എല്ലാരും അഭിനയിച്ച സിനിമയില്ലേ?
എല്ലാരും അഭിനയിച്ച സിനിമയില്ലേന്ന്. ആ മറ്റേ എല്ലാരും അഭിനയിച്ച മറ്റേ ദിലീപിന്റെ അതെന്താണ് എന്റെ പേര് 2020. 2020 4 നാലല്ല അഞ്ചായി നീ അഞ്ചാവുന്ന്. സമ്മറിൻ ബത്ലഹേം, ദ കാറ്, ഫ്രണ്ട്സ് 2020. ജയറാമിന്റെ എന്നാന്ന് പറയാ ഇംഗ്ലീഷ് ജയറാമിന്റെ ഇംഗ്ലീഷ് എന്താന്ന് എന്നോട് ആണ് അത് ജയറാമിന്റെ പടാ. ഒരു നമ്മളെ ഇതുണ്ടല്ലോ, നമ്മളെ ഈ മറ്റേ ഫാൻഡം എന്നൊക്കെ പറയുന്ന പോലത്തെ പേരിലുള്ള ഒരു സിനിമ ഉണ്ടല്ലോ, ഫാൻഡം എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ഒരു ക്യാരക്ടർ പേരുണ്ടല്ലോ. മാൻഡ്രേക്ക് ഒന്നും ജയറാമിന്റെ പടമൊന്നും അല്ല. അല്ല, ഫാൻഡം പോലത്തെ ആൾക്കാരൊക്കെ ഇല്ലേ, ഇയാള് മറ്റേ ഉടുപ്പിട്ടിട്ടാ നിക്കറിടുക. സമയം കഴിഞ്ഞു. സൂപ്പർമാൻ ഒക്കെ ഇല്ലേ, സൂപ്പർമാൻ. സൂപ്പർമാനൊക്കെ ഉണ്ട്, അതൊക്കെ വരണ്ടേ? വരുന്നില്ല, അതാണ് പക്ഷെ കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ശരിയാക്കാം. ഓക്കെ, ടാറ്റ. അപ്പൊ ശശീന്ദ്രേട്ടനെ ജയിക്കാൻ വേണ്ടി അനുവദിച്ചില്ല എന്നുള്ളത് വേണം പറയാൻ വേണ്ടി. ഈ നിരഞ്ജന്റെ ഒറ്റ കൈയാണേ, ഞാനല്ലേ നമ്മള് മാമനോടൊന്നും തോന്നല്ലേ. ഹലോ, ആരാ? അമാൻ എന്താ ചെയ്യുന്നേ? ഫുള്ള് ആലോചന. സിക്സ്ത്തിലാ? ഫിഫ്ത്ത്. ഓക്കെ, അക്ഷരം പറ നോക്കട്ടെ, മത്സരിക്കാൻ പറ്റുമോന്ന് അറിയില്ല. ഏത് ഗെയിമാ വരുന്നത് നോക്കട്ടെ, എന്നിട്ട് പറഞ്ഞുതരാം. പറ. എൽ. ഓക്കെ, എൽ എന്ന അക്ഷരം ഓപ്പൺ ആക്കട്ടെ. ഏതെങ്കിലും അക്ഷരം എടുക്കുക. IJKLO. ഇതിലൊരു അവന് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാറ്. എന്നോടോ? ചോദിക്കൂ. Okay. Who do you call a man without a body and a nose? Who do you call a man without a body and a nose? Body and nerves. Without. എന്താണ്? ഒന്നുകൂടി പറഞ്ഞേ. Who do you call a man without a body and a nose? Without a body and nose. Nose ആണല്ലേ? No, without a nose. Without nose. No. Who do you call a man without a body and a nose? ശരീരവും മൂക്കുമില്ല, മൂക്കും ശരീരവും ഇല്ലാത്ത ആരാണ്? ഇത് ഇംഗ്ലീഷ് നെയിം തന്നെയാണോ ആൻസർ? Tell the answer. നോസ്മാൻ. No. The answer is nobody knows. That's the answer. ശരി, എന്തായാലും ഒരു സമ്മാനം ഇവിടുന്ന് വന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി പറയാം കേട്ടോ. 800-8585 വിളിച്ചോ കേട്ടോ. ഓക്കെ, താങ്ക് യു മോനെ. താങ്ക് യു. കുട്ടികളൊക്കെ ഇങ്ങനെ തുടങ്ങിയാ പെട്ടുകൂട്ടോ. ഞാൻ എല്ലാവർക്കും ഒന്നും അവസരം കൊടുക്കൂല. ഹലോ, ആരാ അവിടുന്ന് രാത്രി വിളിക്കാന്ന് പറയുന്നത്? ഹലോ, ആരാ? സൗമ്യ. അവിടെ ആരോ വേറൊരു പെണ്ണുങ്ങളെ ശബ്ദം കേട്ടല്ലോ രാത്രി വിളിക്കാൻ. ചേച്ചി എന്താ രാത്രി വിളിക്കണേ? ഇപ്പൊ ഇതെന്താ രാവിലെ? വീട്ടിൽ ഫോൺ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഓഹോ, നാളെ രാത്രി വിളിക്കാന്ന് പറയണം. ഓക്കെ സൗമ്യ, ഏതാ അക്ഷരം എടുക്കുന്നത്? ഓ എന്ന അക്ഷരം എടുത്തിരിക്കുന്നു. സച്ചു പ്ലീസ്. ഓക്കെ, അഗെയിൻ പാട്ടുമാലയാണ്. സൗമ്യമായ രീതിയിൽ പാട്ടുമാല പാടുക. തൊണ്ടയൊക്കെ ശരിയാക്കിയില്ലേ? പാട്ടൊന്നും നടക്കൂല, എന്നാലും ഏകദേശം ഒപ്പിച്ചു പാടിയാ മതി. അപ്പൊ ടൈം സ്റ്റാർട്ട് നൗ. 7 പാട്ടുകൾ പാടണം. ഞാൻ സച്ചോട്ട ഒന്ന് ടൈമർ. അക്ഷരം പറയൂ, അതോ അക്ഷരമല്ല, വാക്ക് പറയും. വാക്ക് വെച്ചിട്ട് 7 പാട്ടോ? അല്ല, ആ വാക്ക് പാടുന്നതിന്റെ ഇടയിൽ നിന്നും ഞാൻ വേറൊരു വാക്ക് എടുത്തിട്ട് വീണ്ടും പുതിയ വാക്ക് തരും. ഓക്കെ, അപ്പൊ റെഡി, ടൈം സ്റ്റാർട്ട് നൗ. 1000. 1000 കണ്ണുമായി ആരെ ഇങ്ങനെ ഗതികെട്ടോ കാത്തിരിക്കുന്നു? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ആരാ കാത്തിരിക്കുന്ന? ഞാനൊരു പാട്ട് പാടാം. പിന്നെ കുഞ്ഞിമണി വീണ വിട്ട. ഓക്കെ, പാട്ട് 2 പാട്ടുപാടി ഉറക്കാം. എഴുന്നേറ്റ് ഓടും ഒരാൾ ഉറങ്ങൂല ഈ പാട്ടിന്.
പൈതലേ ഉറക്കം. 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 ഉറോ? ഉറക്കം തന്നെ വേണോ? ഉറക്കം, ഉറങ്ങി, ഉറങ്ങുക, ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉണരാനല്ല, ഉറക്കമല്ലേ? ഉണരാനല്ല, ഉറക്കം. ഉറക്കത്തിലല്ല, ഉറക്കം. ഉറക്കത്തിൽ നിന്നൊക്കെ ആക്കാം, പക്ഷെ ഉണരല്ല. പാട്ടില് വേണോ അതോ ആദ്യം? പാട്ടിൽ എവിടെയെങ്കിലും വന്നാ മതി. പാട്ടില് വന്നാ മതി. ആ, പാട്ടുപാടി ഉറക്കാം ഞാൻ. അതല്ലേ ഇപ്പൊ പാടിയത്, അതിൽ നിന്നല്ലേ ഞാൻ ഈ ഉറക്കം തന്നത്. വീണ്ടും പക്ഷെ വേറെ പാട്ട് ഉറക്കം. അതിലെവിടെയാ? മൂന്നെണ്ണേ ആയിട്ടില്ല. ഊഞ്ഞാലാടി ഉറക്കാം ഞാൻ. അത് തന്നെ. ഊഞ്ഞാലാടി ഉറക്കാം. അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ പാടാം. എന്തായാലും സമയം കഴിഞ്ഞു. ഈ നമ്മളെ പുള്ളുണർന്നു പരൽ മുല്ലക്കാട് പാട്ടുണർന്നു ഉറക്കം കൺകളിൽ കെട്ടി എന്ന് പറയുന്ന പാട്ട്. ഒരുപാട് ഉറക്കം ഉണ്ടായിരുന്നു, പക്ഷെ സൗമ്യ ഉറങ്ങിപ്പോയി. കുഴപ്പമില്ല, എന്തായാലും ചേച്ചിയുടെ കൂടെ ജോയിൻ ചെയ്തോളൂ, നാട്ടിലേക്ക് വിളിക്കുന്നതിൽ ജോയിൻ ചെയ്തോളൂ. താങ്ക് യു സോ മച്ച് സൗമ്യ. ചില പാട്ടുകൾ അങ്ങനെയാണ്, നമുക്ക് പറ്റില്ല. എനിക്ക് സമയം കഴിഞ്ഞു, നാളെ എനിക്ക് വരാൻ പറ്റില്ല. ഇനി ഞാൻ വരുന്നുണ്ടാവുക അടുത്ത തിങ്കളാഴ്ച ആയിരിക്കും. അടുത്ത തിങ്കളാഴ്ച വന്നിട്ട് നമുക്ക് കാണാം. തിങ്കളും ചൊവ്വയും, എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും 8:30 to 9:30 ആണ് കളിക്കളത്തിന്റെ സമയം, മറക്കണ്ട. അപ്പോൾ ഞാനൊരു ചെറിയൊരു ബ്രേക്ക് പോകുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ അവർ ക്രോക്കഡൈൽ പാർക്കിൽ വിന്നർ ആരാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മൊണ്ടേഷൻ അടിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് നറുക്കിട്ടെടുക്കുന്നതായിരിക്കും. ഓക്കെ, ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. യെസ്, അപ്പോൾ നിരഞ്ജന ഓടിക്കൊണ്ടുവന്ന് തന്നിരിക്കുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഞാൻ സമ്മാനം കൊടുക്കാം. ഇതിൽ നിന്ന് ഒരാൾക്ക് ആണ് ഞാൻ സമ്മാനം കൊടുക്കുന്നത്. ബാക്കിയുള്ളവർ വിൻ ചെയ്ത ആൾക്കാർക്ക് 800 825 വിളിച്ചിട്ട് നിങ്ങളുടെ സമ്മാനം എന്താണെന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. റിജി ആണ്. റിജി എന്ന് പറഞ്ഞൊരു കോളർ വിളിച്ചോ? ഓക്കെ, റിജി ആണ് ഫസ്റ്റ് വിളിച്ച കോളർ. എനിക്കൊന്ന് അവർ കുറെ കാലത്തിന് ശേഷം വിളിച്ചോ അതോ ആദ്യമായിട്ട് വിളിച്ചാണോ എന്ന് എനിക്കറിയില്ല. അവർക്കാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. അതായത് അവർക്ക് കിട്ടിയിരിക്കുന്നത് ക്രോക്കഡൈൽ പാർക്കാണ്. ബാക്കി വിൻ ചെയ്ത എല്ലാ ആളുകൾക്കും സമ്മാനം ഉള്ളത് 800 825 വിളിക്കുക. ആൻഡ് റിജി ഓൾസോ കോൾ ചെയ്യേണ്ടത് 800 825 ഈ കാലിക്കറ്റ് ജംഗ്ഷൻ സമ്മാനം ഓൾറെഡി ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂൺ ആൻഡ് പിന്നെ ഉള്ളത് ഉജാല ഗിഫ്റ്റ് ആംബേഴ്സ് ആണ്. ഇത്രയും സംഭാവനകൾ ബാക്കിയുണ്ട്. അപ്പോൾ കാലിക്കറ്റ് ജംഗ്ഷൻ കിട്ടിയിരിക്കുന്ന ആർക്കാണ്? ശ്രീരാഗൻ അല്ലേ? ശ്രീരാഗനാണ് കാലിക്കറ്റ് ജംഗ്ഷൻ കിട്ടിയിരിക്കുന്നത്. ആൻഡ് റിജിക്കാണ് ഈ ഇത് കിട്ടിയിരിക്കുന്നത് കേട്ടോ, നമ്മുടെ ക്രോക്കഡൈൽ പാർക്കിലേക്ക് കിട്ടിയിരിക്കുന്നത്. വീണ്ടും നമുക്ക് തിങ്കളാഴ്ച കാണുന്നവരേക്കും ടാറ്റ ബൈ. കളിക്കളം പവേർഡ് ബൈ ടൈം എക്സ്പ്രസ് കാർഗോ. സമ്മാനങ്ങൾ തന്നിരിക്കുന്നത് ക്രോക്കഡൈൽ പാർക്ക് ആൻഡ് ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂൺ ആൻഡ് കാലിക്കറ്റ് ജംഗ്ഷൻ ആൻഡ് ഉജാല. ഗുഡ് നൈറ്റ്.